സവർക്കറുടെ മാറ്റം എന്ന് പറയുന്നത് ആത്മധൈര്യമില്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധത എന്ന് പറയുന്നത് വിലപ്പോകില്ല എന്നുള്ളത് കൊണ്ടും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടം സംഭവിക്കും എന്ന തരത്തിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടും അങ്ങനെ വളരെ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്, സവർക്കർ ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയല്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. സ്വാതന്ത്ര്യ സമരത്തിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധതയിൽ തന്നെ തുടർന്നിരുന്ന, എത്ര പീഡനം സഹിച്ചും അത് തുടർന്നിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ആ കാലത്ത് തന്നെ ആൻഡമാൻ തടവറയിൽ ഉണ്ടായിരുന്നതൊക്കെ നിരവധി പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളും അവരൊക്കെ തന്നെ ബ്രിട്ടീഷ് തടവറയിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പോയിട്ടുള്ള ആളുകളാണ്. അവരിൽ ഒരാളും ഈ തരത്തിലുള്ള മാപ്പപേക്ഷയോ ക്ലമൻസി പെറ്റീഷനോ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ പക്ഷത്തായി എന്ന മട്ടിലുള്ള പ്രസ്താവനയോ പുറപ്പെടുവിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്ന മട്ടിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു അപേക്ഷ എഴുതുക എന്നതിനർത്ഥം തങ്ങളുടെ ജീവിതത്തെ ഒറ്റിക്കൊടുക്കുക എന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സവർക്കർ ഈ കത്ത് എഴുതുന്നതോടെ, മൂന്നാമത്തെ മാപ്പപേക്ഷ എഴുതുന്നതോടെ സമ്പൂർണമായി ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് അനുകൂലി ആയിത്തീരുന്നു.